യേശുവിൻ്റെ മഹനീയമായ നാമത്തിൽ വീണ്ടും നിങ്ങളെ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നാം ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം 6-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലായിരിക്കാൻ ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിയൻ സംസാരിപ്പാൻ പോകുന്നതായ വിഷയം അവിടുത്തെ കൽപ്പനയിലെ 6-ാമത്തെ കൽപ്പനയാണ്. അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അടിയങ്ങൾക്ക് വേണ്ടതായ വിവേകത്തെ, ബുദ്ധിയെ ഉയരത്തിൽ നിന്ന് അടിയങ്ങൾക്ക് തരുമാറാകണമെന്ന് യേശുവിൽ കൂടി താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതേ, പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: കുല ചെയ്യരുത്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ 6-ാമത്തെ കൽപ്പനയാണ്. ഈ കൽപ്പന കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞല്ലോ. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ മോശ സീനായ് മലയിൽ ദൈവസന്നിധിയിലായിരുന്ന് ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയതായ ഈ 10 കൽപ്പനയെ മോശയുടെ പക്കൽ കൊടുത്തു. മോശ അത് കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിലെ അതേ പെട്ടകത്തിൽ നിക്ഷേപിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 കൽപ്പന അവരുടെ ന്യായത്തിൻ്റെ, അവരുടെ നീതിയുടെ അടിസ്ഥാനമായിരുന്നു. അതിൽപ്പെട്ടതായ 6-ാമത്തെ കൽപ്പനയാണ് കുല ചെയ്യരുത് എന്നുള്ളതായ വ്യവസ്ഥിതി. ഇത് പലപ്പോഴും നമുക്കറിയാം, ദൈവമാണ് ജീവൻ തന്നത്. ആ ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ളതായ അധികാരമുള്ളൂ. ആയതുകൊണ്ട് ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ദൈവകൽപ്പന ദൈവം അനുശാസിച്ചത്. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഓൾ ആക്ട്സ് ഓഫ് ഇൻജസ്റ്റിസ് ദാറ്റ് ടെൻഡ് ടു ഷോർട്ടൻ ലൈഫ്, the spirit of hatred and revenge, or the indulgence of any passion that leads to injurious acts towards others or causes us even to wish them harm, a selfish neglect of caring for the needy or suffering, or self-indulgence or unnecessary deprivation or excessive labor that tends to injure health, all these are to a greater or less degree violations of the 6th commandment. അതായത് മനുഷ്യന് ദോഷം വരുന്ന ഏത് കാര്യമായാലും അതൊക്കെയും ഈ 6-ാമത്തെ കൽപ്പനയെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ദൈവമാണ് സൃഷ്ടാവ്, അവന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ള അധികാരമുള്ളൂ. യോബിൻ്റെ പുസ്തകം 33:4 ഞാൻ വായിക്കുന്നു: ദൈവത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, ദൈവശക്തിൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം 17:25 വായിക്കുന്ന ഇപ്രകാരമാണ്: താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്നതുപോലെ മനുഷ്യകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അതായത് ദൈവമാണ് എന്ത് ചെയ്തത്? ജീവനും ശ്വാസവും തന്നത്. ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ പ്രകാരമാണ്: മനുഷ്യനെ തൻ്റെ സ്വന്തം കൈകൊണ്ട് മണ്ണിൽ നിന്ന് മെനഞ്ഞ് മൂക്കിൽ അവൻ്റെ ജീവശ്വാസം ഊതി, അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ആദ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ജീവനെ തന്നത് ആരാണ്? ദൈവമാണ്. ദൈവമാണ് നമുക്ക് ജീവനെ സൃഷ്ടിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് സൃഷ്ടിയുടെ പ്രക്രിയ തുടർന്നു കൊണ്ടുപോകുന്നെങ്കിലും ദൈവമാണ് ജീവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ജീവനെ എടുക്കുവാനുള്ള അവകാശവും അവന് മാത്രമേ ഉള്ളൂ. എസെക്കിയേൽ പ്രവാചകൻ പറയുമ്പോൾ 33:11 പറയുന്നത്: എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിനല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞു ജീവിക്കുന്നതിനത്ര എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നമ്മുടെ ദുർമാർഗ്ഗങ്ങളെ തിരുവീൻ ഇസ്രായേൽ ഗൃഹമേ, എന്തിനു നിങ്ങൾ മരിക്കുന്നുവെന്ന് അവരോട് പറയുക. അപ്പോൾ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല, എങ്കിലും പാപത്തിന് ശമ്പളമായ മരണം ഭൂമിയിൽ വന്നു. എല്ലാവരും മരിക്കും. പക്ഷേ ആരും ഒരിക്കലും സ്വയമായിട്ട് അവരുടെ ജീവനെ എടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓൾ മെൻ ഹാവ് ബീൻ ബോട്ട് വിത്ത് ദിസ് ഇൻഫിനിറ്റ് പ്രൈസ്. ആയത് യേശു ക്രിസ്തു തൻ്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് ജീവന് വളരെ പ്രാധാന്യമുണ്ട്. ആരാണ് നമുക്ക് വേണ്ടി ജീവൻ നൽകിയത്? യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം 5:15 വായിക്കുന്നത്: ജീവിക്കുന്നവന് തങ്ങൾക്കായിട്ടില്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് ജീവൻ്റെ പ്രാധാന്യം മറ്റൊന്നും കൊണ്ടല്ല, യേശു ക്രിസ്തു നമ്മുടെ ജീവൻ നമുക്ക് വേണ്ടി
തൻ്റെ ജീവൻ നൽകി. നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി താൻ പാടുപെട്ട് മരിച്ചു. വീണ്ടും അപ്പോസ്തലൻ പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 1:18-19 വാക്യം ഞാൻ വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്ന നാം, നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്, വിലയുണ്ട്. അതേ ഉൽപ്പത്തി പുസ്തകം 9:6 പറയുന്ന, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, എൻ്റെയും നിങ്ങളുടെയും ജീവൻ്റെ പ്രാധാന്യം എന്താണ്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണ്. ആയതുകൊണ്ട് ആ വ്യക്തിയെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല, സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവം ഈ നിയമം കൊടുത്തത്. മനുഷ്യൻ്റെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 35 പറയുന്നത് 16-19, എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ഒരുത്തിനെ അടിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ അവൻ കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. കാരണം ജീവൻ എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് അവകാശമില്ല. എന്നാൽ ബൈബിൾ ചരിത്രത്തിൽ കായേൻ തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്നു. എന്നാൽ അവനെ ദൈവം കുറേ നാളത്തേക്ക്, അല്ലെങ്കിൽ അവന് ദൈവം ഈ ഒരു ശിക്ഷയിൽ നിന്നും കുറച്ച് നാൾ അവന് സമയം കൊടുത്തു എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ മാനസാന്തരത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ്. ഇറ്റ് വാസ് മെയ്ഡ് മാനിഫെസ്റ്റ് ദാറ്റ് ദ സെൻറ്റൻസ് ഓഫ് ഡെത്ത് pronounced upon fallen race for the transgression of God's law was both just and merciful. എന്നാൽ അവന് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവം അവകാശം കൊടുത്തത്. എന്നാൽ ചിലപ്പോൾ ഒരു ആക്സിഡൻ്റായിട്ട് അല്ലെങ്കിൽ അപകടത്താൽ മരണം സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ഒരു പ്രൊവിഷൻ, ഒരു പദ്ധതി ഒരുക്കി കൊടുത്തു. അതിന് പറയുന്നത് സങ്കേത നഗരമെന്നാണ്. അതെ, സംഖ്യാപുസ്തകം 35:22-29 അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്ന് ഒരുത്തിനെ കുത്തുകയോ കരുതാതെ വല്ലതും അവൻ്റെ മേൽ എറിഞ്ഞു പോവുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ലെറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചു പോയാൽ കുല ചെയ്തവന് രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങൾ അനുസരിച്ച് സഭ വിധിക്കണം. കുല ചെയ്യുവനോ സഭ രക്തപ്രതികാരൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന് സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഇങ്ങനെയൊരു അപകടത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പ്രതിവിധിയായിട്ട് സങ്കേത നഗരങ്ങൾ ദൈവം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് വേറൊരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ അവനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 21 പറയുന്നത്, ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, അവൻ്റെ അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ അതുപോലെ തന്നെ, എന്നാൽ ഒരു കാള മുമ്പ് തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞുമിരിക്കെ അവനതിനെ സൂക്ഷിക്കായകൊണ്ട് അതൊരു പുരുഷനെയോ സ്ത്രീയോ കൊന്നുകളഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം, അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം. അങ്ങനെ പഴയ നിയമ വ്യവസ്ഥയിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും ദൈവം കൊടുത്തതിന് വേണ്ടിയാണ്, അതായത് ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ചിലരെയൊക്കെയും കൊല്ലണം, അതായത് ചില വ്യവസ്ഥിതികളൊക്കെയും അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ചില നിയമങ്ങളൊക്കെയും ദൈവം കൊടുത്തിരിക്കുന്നു. നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം 22:18, ക്ഷുദ്രക്കാരത്തെ നീ ജീവനോടെ വെക്കരുത്. അതുമാത്രമല്ല, യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറൊരു ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നതിനെ നിർമൂലമാക്കണം. ലേവ്യാപുസ്തകത്തിൽ തൻ്റെ സന്തതിയിൽ ഒന്നിനെ മേലക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, ദേശത്തിലെ ജനം അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതുപോലെ ലേവ്യാപുസ്തകത്തിൽ 20:10 പറയുന്നത്, ഒരു തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും മരണശിക്ഷ കൊടുക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ കുല ചെയ്യരുത് എന്നുള്ള വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടല്ല, പിന്നെയോ അതായത് സമൂഹത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ളതല്ലാത്തതായ അല്ലെങ്കിൽ അവിഹിതമായിട്ടുള്ളതായ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതുപോലെ ആവർത്തന പുസ്തകത്തിൽ 17:1-5 വരെ ഞാൻ വായിക്കുന്നത്,
ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന ചെയ്ത് ഇങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രയേൽ നടന്നു എന്നുള്ളത് വാസ്തവ കാര്യവും യഥാർത്ഥം എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയോ പട്ടണവാതിൽക്കൽ പുറത്തുപോയി കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. അതുപോലെ അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവന് ശാസിച്ചാൽ അനുസരിക്കാതെ ഇരിക്കുന്ന ഷാഢ്യനും മത്സരിയുമായ മകനൊരുത്തിനുണ്ടെങ്കിൽ അപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുപോയി പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദോഷം നീക്കിക്കളയണം എന്നിങ്ങനെ തിരുവചനം അനുശാസിക്കുകയാണ്. അപ്പോൾ കൽപ്പന അനുസരണം, അതായത് കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന ഉണ്ടെങ്കിലും അതായത് സാമൂഹിക വ്യവസ്ഥിതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊല ചെയ്യണം, അല്ലെ അവരെ നീക്കിക്കളയണം എന്നിങ്ങനെയുള്ള അനുശാസനങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. എന്നാൽ ജീവൻ്റെ നിലനിൽപ്പ് അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദുഷ്ടത സമൂഹത്തിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് സഭാപ്രസംഗി പറയുമ്പോൾ 8:11 ഞാൻ വായിക്കുന്നു, ദുഷ്പ്രവൃത്തിക്കായുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അത് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് പല പ്രയാസങ്ങൾ അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്നത്തെ പത്രം അല്ലെങ്കിൽ ദിവസം തോറുമുള്ളതായ നമ്മുടെ പത്രങ്ങളെടുത്ത് വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? അവിടെ മനുഷ്യനെ അങ്ങനെ കൊന്നു ഇങ്ങനെ കൊന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നാം വായിച്ച് നമ്മുടെ കണ്ണുകൾ മടുത്തു പോവുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ കാര്യമല്ല. അത്രമാത്രം മനുഷ്യനെ ഈയൽ പോലെ അല്ലെങ്കിൽ കൊതുക് പോലെ കൊല്ലുന്ന ഒരു പ്രവണത. അങ്ങനെയുള്ള വ്യവസ്ഥയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ജീവന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ്. നമുക്കറിയാം. എന്നാൽ മറുവശത്ത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡൻ്റ് ആയാൽ അല്ലെ ഒരു അപകടമുണ്ടായാൽ എല്ലാവരും കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ്. അതായത് മനുഷ്യനുള്ള നന്മയാണത്. അപ്പോൾ ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് ജീവനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് അത് എല്ലാ മനുഷ്യരുടെയും, അതായത് നന്മയായത് അനേക കാര്യങ്ങളുണ്ട്, അതൊക്കെയും മനുഷ്യനുണ്ട്, ഇതൊക്കെയും കാണുന്നുണ്ട്. ഇനിയും പഴയ നിയമത്തിലെ ചില കാര്യങ്ങളൊക്കെ ഇനിയും പുതിയ നിയമത്തിലെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നു, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരായിരിക്കുന്നത്. നീ നന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നന്മ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ട്. അത് നിലനിർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെയും നമുക്ക് നൽകിയത്. ഇനി കർത്താവായ യേശു ക്രിസ്തു ഈ ദൈവത്തിൻ്റെ കൽപ്പനയായ കൊല ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറേ കൂടി വിപുലമായി അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വായിപ്പാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 21-22 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് വാക്ക് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും എന്നിങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയുകയുണ്ടായി. അതെ, 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. എന്താണ്? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം എന്ത് ചെയ്തു? ന്യായവിധിക്ക് യോഗ്യനാകും. അതായത് നമ്മിൽ കോപം ഉണ്ടാകരുത്, മറ്റുള്ളവരോട് കോപം ഉണ്ടാകരുത് എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ അതായത് എല്ലാവരും പ്രാധാന്യം നിറഞ്ഞൊരു വ്യക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഓരോ മനുഷ്യനും. അതായത് അവർ ഏറ്റവും കുറഞ്ഞവരാണ് അല്ലെങ്കിൽ അവരിങ്ങനെയുള്ളവരാണ് എന്നുള്ള ചിന്താഗതി പാടില്ല. ഒരു നിസ്സാരനായിട്ട് ആരും നിസ്സാരനല്ല. കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത്, തൻ്റെ ചോര കൊടുത്ത്, തൻ്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നവരാൻ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് ഒരു നിസ്സാരനായിട്ട് കണക്കിടരുത്. പിന്നെയോ മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യന. അപ്പോൾ ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്, അതായത്
എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവം മനുഷ്യനെ മാനിക്കുന്നു, മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കുന്നു. അതായത് ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു പറയുണ്ടായി, അതായത് നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയാലും നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അവൻ്റെ നിത്യജീവന് യോഗ്യമായ നിത്യമായത് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനം? ആയതുകൊണ്ട് ഓരോ വ്യക്തികളെയും നാം വളരെയധികം കാര്യത്തോടെ മാനിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന സഹോദരനോട് കോപിക്കുന്നവൻ, അതായത് കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അത് പിറ്റേ ദിവസത്തേക്ക് കരുതരുത്. അന്നന്ന് അത് പറഞ്ഞു തീർക്കാനുള്ള പറഞ്ഞു തീർത്ത് ആ കോപത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കോപത്തിൻ്റെതായ പ്രതികാരം നമ്മിൽ നിന്ന് മാറ്റണം. അതുപോലെ സഹോദരൻ നിസ്സാരായെന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢായെന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന അർത്ഥം എന്താണ് എന്ന് വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വളരെ മാന്യതയോടുകൂടി, മാനത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി കരുതേണ്ട ആവശ്യമുണ്ട് എന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, നാം ചെയ്യേണ്ടത് എന്താണ്? അതായത് വീണ്ടും യോഹന്നാൻ്റെ ലേഖനത്തിൽ 3:15 പറയുന്നത്, 1 യോഹന്നാൻ 3:15 പറയുന്നത്, സഹോദരനെ പകയ്ക്കുന്നവരെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നവരായ നാം എന്ത് ചെയ്യണം? അതായത് ഈ കൽപ്പന പാലിപ്പാൻ ബാധ്യസ്ഥരാണ്. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി പറയുന്നത്, നോട്ട് ഓൺലി ഡസ് ദിസ് കമാൻഡ്മെൻറ്റ് ഫോർബിഡ് വയലൻസ് ടു ദ ബോഡി, ബട്ട് വാട്ട് ഈസ് ഓഫ് ഫാർ ഗ്രേറ്റർ കോൺസിക്വൻസ്, ഇഞ്ചുറി ടു ദ സോൾ. വി ബ്രേക്ക് ഇറ്റ് വെൻ വി ലീഡ് അതേഴ്സ് ഇൻ ടു സിൻ ബൈ അവർ എക്സാമ്പിൾ ആൻഡ് ആക്ഷൻ. അപ്പോൾ നാം എന്ത് ചെയ്യുന്നു? ഈ പറയപ്പെട്ട, അതായത് യേശുക്രിസ്തു ഉന്നതമായിട്ട് കാണിച്ചത്, അതായത് ആംപ്ലിഫൈ ചെയ്ത് കാണിച്ചതായ ഈ കൽപ്പന എന്ത് ചെയ്യണം? നാം മാനിക്കണം. ദോസ് ഹു കറപ്റ്റ് the innocent and seduce the virtuous kill in far worse sense than the cutthroat and the bandit. In that day they do more than to kill the body. അതായത് ഈ ശരീരത്തെ മാത്രം അല്ല, പിന്നെയോ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നവനെ പേടിക്കണമെന്നാണ് തിരുവചനം അനുശാസിക്കുന്നത്. ആയതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ മാനിക്കേണ്ട ഒരാവശ്യമുണ്ട്. അത് നാം ചെയ്യണം. അതാണ് ഈ കൽപ്പന അനുശാസിക്കുന്നത്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:28 പറയുന്നത്, ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നതിനെ തന്നെ ഭയപ്പെടുന്നു. അതായത് നാം ഭയപ്പെടുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എന്നാൽ ദൈവത്തെ മാനിക്കുന്ന, ദൈവം പറഞ്ഞതായി കൽപ്പനയെ മാനിക്കുമ്പോൾ ദൈവത്തെ മാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പിശാചിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി, യോഹന്നാന്റെ സുവിശേഷം 8:44 ഞാൻ വായിക്കുന്നു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇരിക്കുന്നു, അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അപ്പോൾ നാം ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നാം ആരുടെ മക്കളാണ്? അവർ പിശാചിൻ്റെ മക്കൾ. അതായത് പിശാചായവൻ കുല ചെയ്യുവാൻ, അതായത് പിശാചിൻ്റെ എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനിരിക്കുന്നു, ആദ്യം മുതലേ അവൻ കുലപാതകനായിരുന്നു. അതേ കർത്താവായ യേശുക്രിസ്തു അവൻ തൻ്റെ അവസാന നാഴികയിൽ താനിങ്ങനെ പോയപ്പോൾ ആ അവസരത്തിൽ യൂദായും അതുപോലെ തന്നെ പരീക്ഷ പ്രമാണികളും അവരൊക്കെയും കർത്താവിനെ ഊറ്റി കൊടുക്കുന്നതിന്, കർത്താവിനെ പിടിക്കുന്നതിനുമായിട്ട് കടന്നു വന്നതായ നാഴികയിൽ പത്രോസ് തൻ്റെ വാളെടുത്ത് വെട്ടിയതായ ഒരു സാഹചര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, യേശു അവനോട്, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലാണ് 51 മുതൽ ഞാൻ വായിക്കുന്നു. യേശു അവനോട് ഉറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. അത് നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. അതായത് രാജാക്കന്മാരുടെ ഭരണകാലത്ത് അവർ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി തൻ്റെ സ്വന്തക്കാരെ, തൻ്റെ സഹോദരങ്ങളെ കൊല്ലുന്നതായ സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷമുള്ള തലമുറ അവരെയും കൊല്ലുന്നു. അങ്ങനെ ഒരു തുടർച്ച നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതായത് ഈ കുലപാതകത്തിൻ്റെ ഒരു തുടർച്ച, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ച. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് എന്ത് ചെയ്യണം? അതിനുള്ളതായ സാഹചര്യങ്ങളിൽ നാം മാറി നിൽക്കണം. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. യേശുവിനോട് വാൾ ഉറയിടുക, അതായത് വാൾ ഉപയോഗിക്കാതിരിക്കുക, വേണമെങ്കിൽ വാളില്ലാതിരിക്കുക, വാളെടുക്കുന്നതിനൊക്കെയും വാളാൽ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു നാശത്തിൻ്റെ
രീതിയിലേക്ക് നാം പോകരുത്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 13:9 ഞാൻ വായിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളത് മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ നാം എന്തു ചെയ്യുന്നില്ല, അതായത് കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് നാം ചെയ്യാതിരിക്കുക, അത് നാം അവനെ സ്നേഹിക്കുകയാണ്, അവൻ്റെ ജീവനെ സ്നേഹിക്കുകയാണ്, ജീവനെ നിലനിർത്തുകയാണ്. അതായത് ദൈവത്തിന് മാത്രമേ ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ള അധികാരമുള്ളൂ. ആയതുകൊണ്ട് ജീവൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി, ജീവൻ്റെ നിലനിർപ്പിന് വേണ്ടി, അതായത് സാമൂഹ്യ വ്യവസ്ഥയിൽ കൊല ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് സമൂഹത്തിൽ നല്ല നിലവാരം, ഇപ്പോൾ ഓർത്തു നോക്കുക, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ആരും കാണുകയില്ല. അപ്പോൾ അവർ ഇങ്ങനെ ഈ ആലോചനയിലിരിക്കുമ്പോൾ ഒരു വ്യക്തി ആഹാരം വാങ്ങിക്കുവാൻ പോയി. അവനങ്ങനെ ആഹാരം വാങ്ങിച്ച് വരുന്ന വഴിയിൽ അവൻ തീരുമാനിച്ചു, ഈ ആഹാരത്തിൽ ഞാൻ വിഷം കലർക്കുകയാണെങ്കിൽ കണിശമായിട്ടും അവർ രണ്ടുപേരും മരിച്ചു പോകും, ഈ പറയുന്ന ആ വസ്തുവിൻ്റെ എല്ലാ വകകളും എനിക്കായിത്തീരും എന്ന് കരുതി. ആ അവസരത്തിൽ അവിടെ ഇരുന്ന രണ്ടുപേർ വേറൊരു കാര്യം തീരുമാനിച്ചു. അതായത് ഈ ആഹാരം കഴിക്കാൻ പോയിരിക്കുന്നവന് അവൻ വരുമ്പോൾ അവനെ നമുക്ക് കൊല്ലാം, ആയതുകൊണ്ട് ഈ വസ്തുക്കളൊക്കെയും നമുക്ക് രണ്ടുപേർ കൂടി പങ്കെടുക്കാം എന്ന് ഉള്ള തീരുമാനത്തിൽ. അതുകൊണ്ട് എന്തു ചെയ്തു, ഈ വ്യക്തി ആഹാരവുമായിട്ട് കടന്നു വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് അവനെ ആക്രമിച്ചു, അവനെ കൊന്നു. അവനെ കൊന്നപ്പോൾ അവരുടെ ആഗ്രഹം സാക്ഷാത്കാരമായി അവർക്ക് തോന്നി, എന്താണ്, ഇനി ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി ഇത് പങ്കിട്ടെടുക്കാമെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ശരി, ഏതായാലും നമ്മൾ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് ആഹാരം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ അവർ രണ്ടുപേരും ആഹാരം കഴിച്ചു. ആഹാരത്തിൽ വിഷമുണ്ടായിരുന്നുകൊണ്ട് അവർ രണ്ടും മരിച്ചു വീഴുകയാണ്. അപ്പോൾ ഈ പണ്ടം അല്ലെങ്കിൽ ഈ മോഷ്ടിച്ച വസ്തുക്കൾ ആർക്കുമില്ലാതെ പോയി. അപ്പോൾ അതുകൊണ്ട് കുലപാതകം എന്തിലേക്ക് നടത്തുന്നു എന്ന് ഉള്ള ഒരു കാര്യം നമുക്ക് ഈ ചെറിയ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. അതായത് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരായ നാം അന്യോന്യം കൊല്ലുകയാണെങ്കിൽ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ആരുമില്ലാത്തതായൊരവസ്ഥയിലേക്ക് മാറിത്തീരും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനും ആയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്, ഈ കൽപ്പന കൊടുത്തത്. അതേ, കൊല ചെയ്യരുത്. ആ സൃഷ്ടാവായ ദൈവം, അതേ, നാം സൃഷ്ടിയുടെ നിലനിൽപ്പിന് മാനിക്കുവാൻ തക്കവണ്ണം സാമൂഹ്യ വ്യവസ്ഥയിൽ നൽകിയിരിക്കുന്ന ഒരു നിയമമാണ് ഇത്, കൊല ചെയ്യരുത്. കാരണം അത് ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആയതുകൊണ്ട് പ്രിയരെ, ഈ കേട്ടതായ പ്രസംഗം എനിക്ക് നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനും ഒരു ഭാഗമായി തീരട്ടെ. ജീവനെ സംരക്ഷിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് അതേ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 6-ാം കൽപ്പനയിൽ ജീവനെ സൂക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നതിന് നന്ദിയോടെ സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതനുസരണമായി സമൂഹത്തിന് നന്മയുണ്ടാകുവാനും അവിടുന്ന് ഇടയാക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.